ലോകകപ്പ് ഫൈനൽ മത്സരത്തിൻ്റെ ആവേശത്തിലാണ് ലോകമെമ്പാടുമുള്ളവർ. എന്നാൽ മെസ്സി അധികം ഗോൾ അടിക്കുമോ എന്നതടക്കമുള്ളത് ആരാധകരും മറ്റു ആളുകളും ഒക്കെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ ഗോൾ മാതൃകയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെ ബലമായി ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം വലിയ തോതിൽ പ്രതിഷേധം കനക്കുകയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് പുതിയ ഒരു സമര രീതിയെ പറ്റിയാണ്. അതായത് ഡൽഹിയിലെ ജന്തർ മന്ദിറിലാണ് ഈ ഗോളടി പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. നിലവിൽ ഈ കാണുന്നത് ഈ വെള്ള എന്ന് പറയുന്നത് ഇത് ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാനെ രാജി, അതായത് റിസൈൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മേഖലയിലേക്ക് ഗോളടിച്ച് ഇവിടെ ഒരു പ്രതിഷേധം നടത്തുകയാണ്. വേറിട്ട തലത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇങ്ങനെ കണ്ടോ, ഈ ബോളിങ്ങിനെ രാജി എന്നതിലേക്ക് എത്തുമ്പോൾ ഇയാൾ രാജിവെച്ച്, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. വരുന്ന ആളുകളൊക്കെ തന്നെയും ഇത് വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ പന്ത് തട്ടുകയും ഈ രാജി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. വളരെ ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഇറ്റ്സ് എ വെറൈറ്റി ഓഫ് പ്രൊട്ടസ്റ്റ്. മലയാളിയാണോ? ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലുള്ള ഒരു പ്രതിഷേധമാണ്. പ്രത്യേകിച്ചും ലോകകപ്പ് ഫൈനൽ നാളെ നടക്കാനിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത്? ആര് ജയിക്കും? അർജന്റീന, സ്പെയിൻ, ഇന്ത്യ, നമ്മുടെ രാജ്യത്തിന് ജയിക്കണം. എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് ഇതിലേക്ക് ഇറങ്ങി വരാത്തവർ, ഫുട്ബോൾ കാണുന്നവർ, അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ഡിസൈൻ ചെയ്തത്. സത്യം പറഞ്ഞു. എവിടെയാണ് സ്ഥലം? എൻ്റെ സ്ഥലം കിഴക്കമ്പലമാണ്. പേര് ജോർജ് എന്നാണ്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. പ്രതിഷേധത്തിനായിട്ട് ഇവിടെ എത്തിയതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് തന്നെയാണ് ആവശ്യം. വെക്കണം. 2024 നീറ്റിൻ്റെ എക്സാം ലീക്ക് ഉണ്ടായപ്പോൾ എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഞാനിത് ശരിയാക്കുമെന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന ഒരു മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. 2 വർഷമായിട്ടും ആ വാക്കിനൊരു മാറ്റമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനൊരു മന്ത്രിയെ നമുക്ക് ആവശ്യമുണ്ടോ? അതെ, മലയാളിയുടെ ഒരു ഫുട്ബോൾ ആവേശം അത് പ്രതിഷേധാത്മകമായി തന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ജന്തർ മന്ദിറിൽ കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം, അതായത് വിവിധ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നു. എന്നാലും ലോകകപ്പ് ആവേശം അത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാക്കി തന്നെ ഡൽഹിയിലുള്ള ആളുകൾ മാറ്റുന്നു. അതിൽ മലയാളികളടക്കമുള്ള ആളുകൾ പങ്കുചേരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിഷേധത്തിന് എത്തിയിട്ടുള്ള ആളുകൾ ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ മാതൃകയെ എടുത്തു കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഗോൾ അടിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാനുള്ള ഒരു പ്രതിഷേധ മാർഗമാക്കി ഇതിനോടകം തന്നെ ഈ ആളുകൾ ഇതിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടി കാഴ്ചയാവുകയാണ്, അല്ലെങ്കിൽ വേദിയാവുകയാണ് ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. നിരവധി ആളുകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇനിയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഈ CJPയുടെയും അതോടൊപ്പം തന്നെ മറ്റു സംഘടനകളുടെയും ആളുകളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നു. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലൂടെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് സമരക്കാരും പ്രതിഷേധക്കാരും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ക്യാമറ പേഴ്സൺ ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.